SP സുജിത് ദാസിന്റെ പരാമർശങ്ങളിൽ വിമർശനവുമായി പോലീസ് അസോസിയേഷൻ. സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ പരാമർശങ്ങൾ സേനയെക്കുറിച്ച് തെറ്റായ ചിത്രമുണ്ടാക്കുന്നു. ചിലർ കീഴുദ്യോഗസ്ഥരോട് പെരുമാറുന്നത് അടിമ ഉടമ ബന്ധം പോലെയെന്നും പ്രമേയത്തിൽ പറയുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് ഈ പ്രമേയത്തിലുള്ളത്? നേരത്തെ തന്നെ സുജിദാസിന്റെ ശബ്ദരേഖ പുറത്തു വന്ന ഘട്ടത്തിൽ അത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിരുന്നു. പല പോലീസുകാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അൻവറിനോട് SP സംസാരിച്ചിരുന്നത്. സ്മൃതി, ഈ സുജിത് ദാസിൻ്റെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ 37ാം സംസ്ഥാന സമ്മേളനം നടന്നത്. ഈ 3 ദിവസമായി ചേർന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കും വിധം സമീപ ദിവസങ്ങളിൽ സേനയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ വന്ന ഈ വാർത്തകൾ അത് പൊതുസമൂഹത്തിൻ്റെ മനസ്സിലടക്കം വലിയ തോതിൽ സേനയെ സംബന്ധിച്ച് തെറ്റായ ചിത്രീകരണം ഉണ്ടാക്കുന്നു എന്നതാണ് വിമർശനം. മറ്റ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് ഒന്നും തന്നെ വിമർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്നു ഇന്ന് രാവിലെ ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഈ സമ്മേളനത്തിൽ DGPയും അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറും അടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ സമാപന സമ്മേളനത്തിന് ശേഷമാണ് ഈ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. PV അൻവറുമായുള്ള സുജിത് ദാസിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട PV അൻവറിൻ്റെ പരാതി പിൻവലിക്കുകയാണെങ്കിൽ തൻ്റെ സർവീസ് ഉള്ളിടത്തോളം കാലം താൻ MLAയോട് കടപ്പെട്ടിരിക്കും എന്നാണ് ഒരു IPS ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട SP ആയ സുജിത് ദാസ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മലപ്പുറം SP ആയിരുന്നു സുജിത് ദാസ്. പക്ഷേ ഈ സുജിത് ദാസിൻ്റെ പേരൊന്നും തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരും പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം ചില ഇടത്തെങ്കിലും ഇത്തരത്തിൽ അടിമ ഉടമ ബന്ധം പോലെയാണ് ഉള്ളത് എന്നതാണ്. ഇത്തരത്തിൽ പെരുമാറുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടി വേണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് സേന അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും ഈ പ്രമേയത്തിൽ പരാമർശമുണ്ട്. സേനയിൽ ആൾബലം കുറവാണ്. അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം അടക്കമുള്ള വിഷയങ്ങളിലും ഈ പ്രമേയത്തിൽ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, അവരുടേതായി പുറത്തു വന്ന മാധ്യമ വാർത്തകൾ, അത് സേനയ്ക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ്. സ്മൃതി. ശരി.